സൗദി എയർലൈൻസിന്റെ പുതിയ 16 വിമാനങ്ങൾ അടുത്ത വർഷം എത്തും. എയർബസിൽ നിന്ന് വാങ്ങുന്ന കരാറിലെ ആദ്യ വിമാനങ്ങളാണിത്. എയർ ലൈസൻസിന്റെ ഡയറക്ടർ ജനറലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം മെയ് മാസത്തിലാണ് വിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ സൗദി എയർ ഒപ്പുവച്ചിരുന്നത്. രാജ്യത്തിന്റെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറായിരുന്നു ഇത്. കരാറു പ്രകാരമുള്ള 16 വിമാനങ്ങൾ അടുത്ത വർഷത്തോടെ രാജ്യത്തേക്കെത്തും. സൗദി അറേബ്യൻ എയർലൈൻസ് സൗദി ഡയറക്ടർ ജനറൽ ഇബ്രാഹിമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശേഷിക്കുന്ന വിമാനങ്ങൾ 2026-നും 2030-നും ഇടയിൽ ഘട്ടം ഘട്ടമായി രാജ്യത്തേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 105 നാരോ ബോഡി ജെറ്റുകൾ വാങ്ങാനാണ് സൗദി എയർലൈൻസ് എയർബസുമായി കരാറിലെത്തിയത്. സൗദിയുടെ 80 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത്. 180-ലധികം പുതിയ വിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും എന്നാൽ 2032-ന് മുൻപ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനികൾക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അബ്ദുള്ള അൽ ഷഹ്റാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ വിമാനങ്ങളിൽ പകുതിയോളം ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ അദീലിന് ഉപയോഗിക്കും. നിലവിൽ സൗദിക്കും ഫ്ലൈ അദീലിനും 170-ലധികം എയർബസ് ബോയിംഗ് വിമാനങ്ങളുണ്ട്. 100-ലധികം വിമാനത്താവളങ്ങളിലേക്കാണ് ഇവ സർവീസ് നടത്തുന്നത്. സൗദി എയർലൈൻസ് കഴിഞ്ഞ വർഷം ബോയിങ്ങിൽ നിന്ന് 787 ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട 3 ഡസനിലധികം വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. കൂടാതെ പുതിയ വിമാന കമ്പനിയായ റിയാദ് എയറും പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ വ്യോമയാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം. 2030-ഓടെ പ്രതിവർഷം 150 ദശലക്ഷം വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. മീഡിയ 1, റിയാദ്.